ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാവികസേനാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ 56 മരണം, 21 പേരെ കാണാതായി. അടിയന്തര സഹായം ഉറപ്പു നൽകി ഇന്ത്യ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് പരാജയം. വാർത്തകൾ വിശദമായി. പ്രകൃതിദത്ത കൃഷി പ്രോത്സാഹിപ്പിക്കുക, ചെറുധാന്യങ്ങൾ ജീവിതശൈലിയുടെ ഭാഗമാക്കുക, എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, യോഗ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ദേശീയ ലക്ഷ്യങ്ങളോട് ജനങ്ങൾ പ്രതിബദ്ധത പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിൽ ഗീതാ പാരായണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രസന്നിധിയിലെ സുവർണ തീർത്ഥ മണ്ഡപം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. 33,711 പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കുന്നത്. വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഇന്നു മുതൽ ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും. വിശദാംശങ്ങളിൽ 50,607 കൺട്രോൾ യൂണിറ്റുകളും 1,37,862 ബാലറ്റ് യൂണിറ്റുകളുമാണ് ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നത്. ഡിസംബർ 3 മുതൽ ഇവ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തി വോട്ടെടുപ്പിന് സജ്ജമാക്കും. തുടർന്ന് വിതരണ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച ശേഷം വോട്ടെടുപ്പിന്റെ തലേദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മറ്റ് പോളിംഗ് സാമഗ്രികൾക്കൊപ്പം വിതരണം ചെയ്യും. പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന AVMന് ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടായിരിക്കും. നഗരസഭകളിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉപയോഗിക്കുന്നത്. ബാലറ്റ് യൂണിറ്റിൽ 15 വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ എണ്ണം 15ൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടാമതൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ത്രിതല പഞ്ചായത്തിലേക്ക് പോസ്റ്റൽ ബാലറ്റിന് 3 അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെണ്ണൽ ദിവസം രാവിലെ 8 മണിക്ക് മുൻപ് തന്നെ വരണാധികാരിക്ക് കിട്ടത്തക്ക വിധമായിരിക്കണം വോട്ട് രേഖപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റുകൾ സമ്മതിദായകർ അയക്കേണ്ടത്. സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ കക്ഷികളോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഡമ്മി ബാലറ്റ് യൂണിറ്റും ഡമ്മി ബാലറ്റ് പേപ്പറും ഉപയോഗിക്കുമ്പോൾ നിബന്ധനകൾ കർശനമായി പാലിച്ചിരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു. ഒരു സ്ഥാനാർത്ഥി തനിക്ക് വേണ്ടി ഡമ്മി ബാലറ്റ് അച്ചടിക്കുമ്പോൾ അതിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരോ ചിഹ്നമോ ഉണ്ടായിരിക്കാൻ പാടില്ലെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡിസംബർ 3 തിരുവനന്തപുരത്തെത്തും. നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആതിഥേയത്വം വഹിക്കുന്ന പരിപാടിയിൽ നാവികസേനയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അടക്കം അണിനിരക്കുന്ന പ്രകടനം രാജ്യത്തിന്റെ അഭിമാനം വാനോളമുയർത്തുന്ന വിധത്തിലുള്ളതാണ്. മറൈൻ കമാൻഡോകളുടെ പ്രകടനം, സീ കേഡറ്റുകളുടെ ഹോൺ ആൻഡ് പൈപ്പ് ഡാൻസ് തുടങ്ങിയവയും കാണികളിൽ ആവേശമുണർത്തും. പരിപാടിയുടെ ഡ്രസ് റിഹേഴ്സൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ശംഖുമുഖത്ത് നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 1,61,00,000 കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 57.95%. 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികൾക്കും സിനിമാ പ്രവർത്തകർക്കും ചലച്ചിത്ര കാഴ്ചയുടെ പുത്തൻ ലോകം സമ്മാനിച്ചുകൊണ്ടാണ് IFFIക്ക് ഇന്ന് തിരശീല വീഴുന്നത്. ഈ മാസം 20-ന് ആരംഭിച്ച ചലച്ചിത്രമേളയിൽ 81 രാജ്യങ്ങളിൽ നിന്നുള്ള 240ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ വിഖ്യാത നടൻ ധർമ്മേന്ദ്രയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിനിമാ യാത്രയുടെ 50 വർഷങ്ങൾ പിന്നിടുന്ന വിഖ്യാത നടൻ രജനീകാന്തിന് ചടങ്ങിൽ ആദരം നൽകും. സുവർണമയൂരം, രജതമയൂരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ആര് സ്വന്തമാക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ചലച്ചിത്ര പ്രേമികൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകി. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. ഹർജിയിൽ നാളെ കോടതി വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. രാഹുലും സുഹൃത്ത് ജോബി ജോസഫുമാണ് പ്രതികൾ. കളമശ്ശേരിയിൽ ഷണ്ടിങ്ങിനിടെയുള്ള തകരാറിനെ തുടർന്ന് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. തകരാറ് പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ റെയിൽവേ സ്വീകരിച്ചു. സംഭവത്തെ തുടർന്ന് ചില ട്രെയിനുകൾ വൈകി ഓടുകയാണ്. അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. പായസം ഉൾപ്പെടെ 7 വിഭവങ്ങളെങ്കിലും ഉൾപ്പെടുന്ന സദ്യ ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെയാണ് വിളമ്പുക. നിലവിൽ 4000-ഓളം ഭക്തരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. ശബരിമലയിലെ അന്നദാനം സദ്യയാക്കണം എന്നൊരു തീരുമാനം എടുത്തിരുന്നു. ഈ തീരുമാനം പ്രായോഗികമാക്കാനുള്ള ഒരുപാട് കൊച്ചു കൊച്ചു തടസ്സങ്ങളുണ്ട്. അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഇലയിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇല ഇത്രയും വരണം. പിന്നെ അതുപോലെ ഇലയുടെ ഡിസ്പോസൽ പ്രശ്നമാണ്, അത് ആനയെ ആകർഷിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് സ്റ്റീൽ പാത്രം വരുത്തുകയാണ്. ചൊവ്വാഴ്ചയോടുകൂടി സദ്യ ആരംഭിക്കാമെന്നാണ് തീരുമാനം. ചക്കുളത്തുകാവ് പൊങ്കാല ദിനമായ ഡിസംബർ 4-ന് കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കുകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി നൽകി ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവായി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായും വോട്ടർ പട്ടിക പരിഷ്കരണവുമായും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. പൊതുപരീക്ഷകളും മുൻ നിശ്ചയപ്രകാരം നടക്കും. ഇടുക്കി മൂന്നാറിന് സമീപം ആനച്ചാലിൽ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയ 5 പേരെ അഗ്നിരക്ഷാസേന റോപ്പ് ഉപയോഗിച്ച് താഴെയെത്തിച്ചു. മലപ്പുറത്ത് നിന്നുള്ള 4-അംഗ കുടുംബവും സ്കൈ ഡൈനിങ്ങിലെ ഒരു ജീവനക്കാരിയുമാണ് 2.5 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ക്രെയിൻ താഴ്ത്താൻ പറ്റാത്തതാണ് ഇതിന് കാരണം. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ മരണസംഖ്യ 56ആയി. അതിശക്തമായ മഴയിലും മണ്ണിടിച്ചിലിലും 21 പേരെ കാണാതായിട്ടുണ്ട്. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. 44,000-ഓളം പേരെയാണ് ചുഴലിക്കാറ്റ് ബാധിച്ചത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ അടിയന്തര മാനുഷിക സഹായവും ദുരിതാശ്വാസ സാമഗ്രികളും ശ്രീലങ്കയിലേക്ക് അയച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദോഹയിൽ നിന്നും ദുബായിൽ നിന്നും ഉൾപ്പെടെ കൊളംബോയിലേക്ക് പുറപ്പെട്ട 5 വിമാനങ്ങൾ ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു. ചുഴലിക്കാറ്റ് മറ്റന്നാൾ രാവിലെയോടെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെയും, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഡിസംബർ 1 വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നവർ തീരത്തേക്ക് മടങ്ങണമെന്നും നിർദ്ദേശമുണ്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ കേരളത്തിന് തോൽവി. റെയിൽവേസാണ് 32 റൺസിന് കേരളത്തെ പരാജയപ്പെടുത്തിയത്. റെയിൽവേ ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കേരളത്തിന് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റിന് 117 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഇന്നുകൂടി സമർപ്പിക്കാം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായി ഔട്ട്ഡോർ ട്രെയിനിംഗ് എക്സിബിഷൻ ആരംഭിച്ചു. നാളെ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 14 പോയിന്റ് താഴ്ന്ന് 85,707-ലും, നിഫ്റ്റി 13 പോയിന്റ് നഷ്ടത്തിൽ 26,203-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാവികസേനാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ 56 മരണം, 21 പേരെ കാണാതായി. അടിയന്തര സഹായം ഉറപ്പു നൽകി ഇന്ത്യ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് പരാജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.